നമ്മുടെ സമൂഹത്തിന്റെ ധാർമ്മിക അധപ്പതനത്തെയും പൗരബോധമില്ലായ്മയും തുറന്നു കാട്ടുന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിൽ നിന്നും വരുന്നത്. സോഫ്റ്റ് ഡ്രിങ്കുകളുമായി പോയ ട്രക്ക് മറിഞ്ഞപ്പോൾ പരിക്കേറ്റ ഡ്രൈവറെ സഹായിക്കുന്നതിന് പകരം കുപ്പികൾ മോഷ്ടിക്കാൻ മത്സരിച്ച ഒരു ജനക്കൂട്ടത്തിന്റെ ദൃശ്യങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കത്തുന്ന ചർച്ചയായി മാറിയിരിക്കുകയാണ്. കേവലം ഒരു റോഡപകടം എന്നതിലുപരി ഒരു ജനത എന്ന നിലയിൽ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന വലിയൊരു ചോദ്യചിഹ്നമാണ് ഈ സംഭവം ഉയർത്തുന്നത്. ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിലെ ഹൈവേയിൽ തംസപ്പ്, സ്പ്രൈറ്റ് തുടങ്ങിയ സോഫ്റ്റ് ഡ്രിങ്കുകൾ നിറച്ച ട്രക്ക് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അപകടത്തിന്റെ ആഘാതത്തിൽ ട്രക്കിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് കുപ്പികൾ റോഡിലേക്ക് ചിതറി വീണു. ട്രക്ക് ഡ്രൈവർക്കും സഹായിക്കും ഗുരുതരമായി പരിക്കേറ്റു. ചോരയൊലിപ്പിച്ചു നിൽക്കുന്ന അവർ തങ്ങളെ ആശുപത്രിയിൽ എത്തിക്കാൻ അവിടെ തടിച്ചുകൂടിയവരോട് കേണപേക്ഷിച്ചു. എന്നാൽ അവിടെ കണ്ട കാഴ്ച ഭീകരമായിരുന്നു. റോഡിൽ വീണ് കിടക്കുന്ന കുപ്പികൾ മദ്യമാണെന്ന് തെറ്റിദ്ധരിച്ച പ്രാദേശികവാസികൾ അത് കൈക്കലാക്കാൻ തിരക്കുകൂട്ടുകയായിരുന്നു. മദ്യം കിട്ടുമെന്ന വ്യാമോഹത്തിൽ നൂറുകണക്കിന് ആളുകളാണ് സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തിയത്. സോഫ്റ്റ് ഡ്രിങ്ക് ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അവർ മോഷണം നിർത്തിയില്ല. ലൂട്ട് അഥവാ മലയാളത്തിൽ കൊള്ളയടിക്കൂ എന്ന് ആക്രോശിച്ചുകൊണ്ട് ആളുകൾ ബഹളം വെക്കുന്നതും തിരക്കിനിടയിൽ താഴെ വീഴുന്നതും വീഡിയോയിൽ വ്യക്തമാണ്. ഒടുവിൽ പോലീസ് എത്തി ലാത്തി വീശുന്നത് വരെ ഈ അരാജകത്വം തുടർന്നു. ഈ സംഭവത്തിൽ ഏറ്റവും വേദനാജനകം ഡ്രൈവറുടെയും സഹായിയുടെയും അവസ്ഥയാണ്. അപകടത്തിൽപ്പെട്ട് മരണത്തിനും ജീവിതത്തിനും ഇടയിൽ നിൽക്കുന്ന ഒരാളെ കാണുമ്പോൾ ഏതൊരു സാധാരണ മനുഷ്യനിലും ഉണ്ടാകേണ്ടത് സഹാനുഭൂതിയാണ്. എന്നാൽ നെല്ലൂരിൽ കണ്ടത് ക്രൂരമായ അവഗണനയാണ്. ഒരു നല്ല പൗരൻ എന്നത് രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കുന്നവൻ മാത്രമല്ല, സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നവൻ കൂടിയാണ്. നെല്ലൂരിലെ ജനക്കൂട്ടം കാണിച്ചത് പൗരബോധത്തിന്റെ സമ്പൂർണ്ണ തകർച്ചയാണ്. അപകടത്തിൽപ്പെട്ട ഒരു വാഹനത്തിലെ സാധനങ്ങൾ മോഷ്ടിക്കുന്നത് കുറ്റകൃത്യമാണെന്ന ബോധ്യം ആ ജനക്കൂട്ടത്തിന് ഉണ്ടായില്ല. ഒരാൾ മോഷ്ടിക്കുന്നത് കാണുമ്പോൾ മറ്റുള്ളവരും അത് ശരിയാണെന്ന് കരുതി പിന്തുടരുന്ന മോബ് മെന്റാലിറ്റി അവിടെ പ്രവർത്തിച്ചു. ഗ്രൂപ്പായി നിൽക്കുമ്പോൾ തനിക്ക് ശിക്ഷ ലഭിക്കില്ല എന്ന ആത്മവിശ്വാസം ആളുകളെ കൂടുതൽ അക്രമാസക്തവും നിയമവിരുദ്ധരുമാക്കുന്നു. മദ്യമാണെന്ന് കരുതിയാണ് ആളുകൾ ഓടിയെത്തിയത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലഹരി വസ്തുക്കൾ സൗജന്യമായി കിട്ടാൻ വേണ്ടി എന്ത് ക്രൂരതയും ചെയ്യാൻ ഒരു വിഭാഗം ആളുകൾ തയ്യാറാകുന്നു എന്നത് സാമൂഹികമായ തകർച്ചയുടെ ലക്ഷണമാണ്. മദ്യത്തോടുള്ള ഈ അന്ധമായ ആസക്തി മനുഷ്യനെ മൃഗതുല്യനാക്കി മാറ്റുന്നു എന്നതിന് ഇതിലും വലിയൊരു ഉദാഹരണം വേറെയില്ല. ഇന്ന് അപകട സ്ഥലങ്ങളിൽ പലപ്പോഴും ആളുകൾ ചെയ്യുന്നത് സഹായത്തിന് പകരം വീഡിയോ ചിത്രീകരിക്കലാണ്. നെല്ലൂരിലും മോഷണം നടത്തുന്നവർക്കിടയിൽ പലരും അത് ആസ്വദിക്കുകയും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള സെൻസേഷണലിസം മനുഷ്യന്റെ സ്വാഭാവികമായ പ്രതികരണശേഷിയെ നശിപ്പിക്കുന്നു. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സമാന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ കാരണങ്ങൾ ഈ പറയുന്നവയാവാം. പുസ്തകത്തിലെ അറിവിനപ്പുറം മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസം നമ്മുടെ തലമുറയ്ക്ക് ലഭിക്കുന്നില്ല. ഇത്തരം ജനക്കൂട്ടം നടത്തുന്ന മോഷണങ്ങളിൽ കൃത്യമായ അന്വേഷണമോ ശിക്ഷയോ പലപ്പോഴും ഉണ്ടാകാറില്ല. ഇത് ആളുകൾക്കൊരു പ്രോത്സാഹനമാകുന്നു. മറ്റൊരാളുടെ വേദനയിൽ പങ്കുചേരുന്നതിന് പകരം സ്വന്തം ലാഭം നോക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സംസ്കാരം ചുരുങ്ങുന്നു. ഈ അവസ്ഥ മാറണമെങ്കിൽ അടിത്തട്ടിൽ നിന്നുള്ള മാറ്റങ്ങൾ അത്യാവശ്യമാണ്. പൗരബോധം, റോഡ് സുരക്ഷ, പ്രഥമ ശുശ്രൂഷ എന്നിവ പാഠ്യപദ്ധതിയുടെ ഭാഗമാകണം. കുട്ടികളിൽ സഹജീവി സ്നേഹം വളർത്തുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. വീഡിയോ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് മോഷണം നടത്തിയവരെ തിരിച്ചറിയുകയും അവർക്കെതിരെ മാതൃകാപരമായ ശിക്ഷ നൽകുകയും വേണം. അപകടങ്ങളിൽ പെടുന്നവരെ സഹായിക്കുന്നത് പൗരധർമ്മമാണെന്നുള്ള തിരിച്ചറിവ് നൽകുന്ന ക്യാമ്പയിനുകൾ സർക്കാർ തലത്തിൽ ഉണ്ടാകണം. ആന്ധ്രാപ്രദേശിലെ ആ ഹൈവേയിൽ തകർന്നു വീണത് സോഫ്റ്റ് ഡ്രിങ്ക് കുപ്പികൾ മാത്രമല്ല, നമ്മുടെ നാടിന്റെ ധാർമ്മിക അടിത്തറ കൂടിയാണ്. ചോരയൊലിപ്പിച്ചു നിന്ന ഡ്രൈവറെ കണ്ടില്ലെന്ന് നടിച്ച ജനക്കൂട്ടം വരും തലമുറയ്ക്ക് നൽകുന്ന സന്ദേശം ഭയാനകരമാണ്. ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഇതാണ്: ആ അപകടത്തിൽപ്പെട്ടത് എൻ്റെ ഉറ്റവരായിരുന്നെങ്കിൽ അന്ന് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ആ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ മനസാക്ഷിയിൽ നിന്നുണ്ടായാൽ മാത്രമേ ഇനിയൊരു മനുഷ്യനും തെരുവിൽ അത്തരം അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കൂ. മനുഷ്യത്വം മരിച്ചിട്ടില്ലാത്തൊരു സമൂഹം പടുത്തുയർത്താൻ ഓരോ പൗരനും ഉത്തരവാദിത്വമുണ്ട്.